19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ബാലഗംഗാധര തിലകൻ മുൻകൈയെടുത്ത് ബോംബെ സംസ്ഥാനത്ത് ഈ ശിവജി ഉത്സവവും ഗണപതി ഉത്സവവും തുടങ്ങിയത് എന്നാണ് ചരിത്ര പുസ്തകത്തിൽ കണ്ടത്. ഇനി ബാലഗംഗാധര തിലകന് മുമ്പ് വിനായക ചതുർത്ഥി ഉണ്ടായിരുന്നു, അത് ഏതൊക്കെ രീതിയിൽ ആളുകൾ ആഘോഷിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല. ഉണ്ടായിരുന്നിരിക്കാം. കേരളത്തിൽ അത്ര പ്രബലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭാദ്രപദമാസ ചതുർത്ഥ്യാം ബ്രാഹ്മണാദി സേവിതം എന്ന് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കീർത്തനത്തിൽ പറയുന്നുണ്ട്, വാതാപി ഗണപതി ഭജേഹം എന്ന്. അപ്പോൾ ഭാദ്രപദ മാസത്തിൽ ഗണപതിയെ പൂജിക്കുന്നത് ചതുർത്ഥി ദിവസം ബ്രാഹ്മണരടക്കമുള്ള ആളുകൾ ഗണപതിയെ പൂജിക്കുന്നു എന്നുള്ളത് അറിവുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു വലിയ ജനകീയ ഉത്സവമാക്കി മാറ്റിയത് തിലകനാണെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം അത് വെറുതെ തുടങ്ങിയതല്ല. ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ദേശീയ വികാരം ശക്തിപ്പെടുത്താൻ, ഗണേശോത്സവം മുൻനിർത്തിക്കൊണ്ട് സംഘബോധം വർദ്ധിപ്പിക്കാനും അന്ന് നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജിനെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് അത് ഒരു മാധ്യമമായിട്ട് മാറ്റാനും വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി തന്നെയാണ് ശിവജി ഉത്സവം തുടങ്ങിയത്. ശിവജി ഉത്സവം മഹാരാഷ്ട്രയിൽ വലിയ സംഭവമാണ്. അപ്പോൾ ഛത്രപതി ശിവജിയുടെ ഓർമ്മകൾ പുനരുജ്ജീവിപ്പിക്കുക, ആ വികാരം, ആവേശം ആളിക്കത്തിക്കുക, അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉള്ള ഒരു ബഹുജന സമര രൂപമാക്കി വളർത്തിയെടുക്കുക. ഇതായിരുന്നു തിലകൻ്റെ ഉദ്ദേശം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാരാഷ്ട്ര വലിയ ഒരു സമര കേന്ദ്രമായി മാറിയത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഗണേശോത്സവം കേരളത്തിലുമൊക്കെ ധാരാളമായിട്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. വിനായക ചതുർത്ഥി പണ്ടുകൊണ്ട്. പക്ഷേ ഗണേശോത്സവം സമീപകാലത്ത് തുടങ്ങിയതാണ്. ഗണേശോത്സവത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വലിയൊരു ഗണപതിയുടെ പ്രതിമ, വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുകയും പൂജിക്കുകയും പിന്നീട് അത് ഒരു പുഴയിൽ അല്ലെങ്കിൽ വലിയ ജലാശയത്തിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുകയും ചെയ്യലാണ്. ബോംബെയിൽ ഇത് വലിയ ആഘോഷമാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത് സമീപകാലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മിക്കവാറും RSSകാർ അല്ലെങ്കിൽ ശിവസേനക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഹിന്ദു സംഘടനക്കാരായിരിക്കും. അപ്പോൾ ഇത് ആളുകളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ്. RSSകാരുടെ രക്ഷാബന്ധൻ പോലെ. രക്ഷാബന്ധൻ വടക്കേ ഇന്ത്യയിലെ എല്ലാവർക്കും ഉള്ളതാണ്. കേരളത്തിൽ RSSകാരാണ് തുടങ്ങിയത്. അതുപോലെ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര പോലെ ഇപ്പോൾ ഗണപതി ഉത്സവം അഥവാ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഈ ഗണേശോത്സവവും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആളുകളെ ഹിന്ദുത്വത്തിലേക്ക് ആകർഷിക്കും. പിന്നെ അവർ BJPക്കാരും RSSകാരായിട്ട് മാറും എന്ന കാര്യം കേരള കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും അത്രയൊന്നും വേവലാതി തോന്നേണ്ട കാര്യമല്ല. അവരിതൊന്നും വേവലാതിപ്പെടുകയില്ല. നേരെ മറിച്ച് CPMകാരെ സംബന്ധിച്ചുള്ള അതിൽ ചെറിയൊരു ആലോചനമുണ്ട്. ഈ ഹിന്ദുക്കൾ പൊതുവിലും ഈഴവരാതി പിന്നോക്ക സമുദായക്കാർ പ്രത്യേകിച്ചും CPMൻ്റെ വോട്ട് ബാങ്കാണ്. ഈഴവരുടെ വോട്ടില്ലെങ്കിൽ പിന്നെ CPM ഇല്ല. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ളൂ ഈ പിന്നാക്ക സമുദായക്കാർ പ്രത്യേകിച്ചും രക്ഷാബന്ധനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക്, അതുമല്ലെങ്കിൽ ഗണേശോത്സവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും മറ്റുമൊക്കെ ചില സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തി. ശ്രീകൃഷ്ണ ജയന്തിക്ക് മതേതര ഘോഷയാത്ര, സഖാവ് കൃഷ്ണൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം കുറിച്ച് വലിയ ഘോഷയാത്രകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു രൂപം ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ തുടങ്ങി വച്ചിരിക്കുകയാണ്. നമ്മുടെ ഗണേശോത്സവമാണ് സഖാക്കൾ ആഘോഷിക്കുന്നത്. ഗണേശൻ്റെ ഒരു പ്രതിമയുണ്ട്. കൂട്ടത്തിൽ ചെഗുവേരയുടെ ചിത്രമുള്ള കൊടികളും ചെഗുവേരയുടെ പടമുള്ള ടീഷർട്ടും ഒക്കെ ധരിച്ച് DYFIയുടെയും SFIയുടെയൊക്കെ സഖാക്കൾ ഡാൻസ് ചെയ്ത് ഗണേശ ഭഗവാൻ സിന്ദാബാദ്, ഗോവിന്ദ മാസ്റ്റർ സിന്ദാബാദ്, പിണറായി സഖാവ് സിന്ദാബാദ്, ചെഗുവേര സിന്ദാബാദ് എന്ന് വിളിച്ച് പുതിയ തരത്തിലുള്ള ഗണേശോത്സവം തുടങ്ങി വച്ചിരിക്കുക. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ചെഗുവേര നമുക്കറിയാം, വലിയൊരു വിപ്ലവകാരിയായിരുന്നു. അതുപോലെ ഗണപതി ഭഗവാനും വിപ്ലവകാരിയായിരുന്നു. പുള്ളി പണ്ട് കാലത്ത് ഈ പരമശിവനും പാർവതിക്കും എതിരായിട്ട് വിപ്ലവം നടത്തിയ ആളാണ് എന്ന പുതിയ പരിപ്രേക്ഷ്യം KN കുഞ്ഞമ്മദോ അല്ലെങ്കിൽ PK പോക്കറോ അല്ലെങ്കിൽ സുനിൽ പിള്ളയുടോ ഒക്കെ നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാക്കും. പിന്നെ സകല DYFIക്കാരും ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ വഴിക്ക് ഇത് പ്രചരിപ്പിക്കും. അങ്ങനെ ഈ നാട്ടിൽ ഗണപതി ഭഗവാൻ, സഖാവ് ഗണപതി ഒരു മിത്തല്ല, ഒരു യാഥാർത്ഥ്യമായിട്ട് ഉയർന്നു വരും. ഗണപതി മിത്താണോ മുത്താണോ എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് മുമ്പ് വലിയ ചർച്ചയുണ്ടായിരുന്നു. ഷംസീർ പറഞ്ഞ മിത്താണെന്നാണ്. പിന്നെ ചില സഖാക്കൾ പറഞ്ഞ് മുത്താണ്. അതേ ചൊല്ലി ഇവിടെ വലിയ സാമുദായിക വിഭജനം ഉണ്ടാക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും അതിൻ്റെ ആവശ്യമില്ല. ഇനി മേലിൽ ചെഗുവേരയും ഗണപതിയും നമുക്ക് ഒരുപോലെ സ്വീകാര്യരാണ്.
ഒരുപോലെ ആരാധ്യരാണ്, ഒരുപോലെ ആദരണീയരാണ്, ഒരുപോലെ പൂജയ്ക്കും അർഹരാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വക ഉത്സവങ്ങൾക്ക് ചെഗു ഗണേശോത്സവം എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ ചെഗുവേരയാണെങ്കിൽ പിന്നെ വേറൊരു സ്ഥാനം കൂടി കമ്പൽസറി ആയിട്ടും ഉണ്ടാകും. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് ഈ വിപ്ലവ പ്രവർത്തനങ്ങളും ആ ഗണേശോത്സവം ഒരുമിച്ച് നടക്കും. ആ ചുവന്ന കൊടിയും അവിടെ ഉണ്ടാകും, ചെഗുവേരയുടെ പടമുള്ള ടീഷർട്ടുകളുണ്ടാകും. ഗണപതി മിത്തോ യാഥാർത്ഥ്യമോ എന്ന കാര്യത്തെക്കുറിച്ച് പാർട്ടി വലിയ വലിയ ഡിബേറ്റുകൾ സംഘടിപ്പിക്കും. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായമായിരിക്കും അന്തിമമായിട്ട് ഉണ്ടാകുക. ആ അഭിപ്രായം പറയാനായിട്ട് പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിൽ ചേർന്നിട്ട് സഖാവ് ഗോവിന്ദൻ മാഷിനെ ചുമതലപ്പെടുത്തും. അതുവരെ നമുക്ക് കാത്തിരുന്നേ മതിയാവുള്ളൂ. അടുത്ത കൊല്ലം മുതൽക്ക് ഗ്രാമഗ്രാമാന്തരങ്ങളിലെമ്പാടും ഇതുപോലുള്ള ഉത്സവങ്ങൾ നടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വലിയ വലിയ ഘോഷയാത്ര ഉണ്ടാവും. പിന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഇതുപോലുള്ള ആഘോഷങ്ങൾ നടക്കും. തിരുവനന്തപുരത്ത് സഖാവ് പിണറായി വിജയൻ ഈ ഗണേശോത്സവ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. കോഴിക്കോട്ട് സഖാവ് മുഹമ്മദ് റിയാസ്, എറണാകുളത്ത് സഖാവ് പി രാജീവ്. അങ്ങനെ ഗണേശോത്സവത്തിൻ്റെ പേരിലായിരിക്കും ഭാവിയിൽ മാർക്സിസ്റ്റ് പാർട്ടി അറിയപ്പെടുക. ആ ചെഗുവേരയുടെ ചിത്രത്തോടുകൂടിയ വമ്പിച്ച ഘോഷയാത്രകൾ കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുക. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ പുതിയൊരു ഏടായിട്ട് മാറും. ഇപ്പോൾ സഖാക്കൾക്ക് അയ്യപ്പ സംഗമം നടത്താമെങ്കിൽ ഇനി ഗണേശ സംഗമവും നടത്താം. കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. വോട്ടാണ് മുഖ്യം. ഏത് പാർട്ടിയുടെ വോട്ടും നമ്മൾ സ്വീകരിക്കും, ഏത് ജാതിക്കാരനെ സ്വീകരിക്കും, ഏത് ആശയക്കാരനെയും സ്വീകരിക്കും. ആരുടെ വോട്ട് കിട്ടിയാലും വേണ്ട എന്ന് പറയുകയില്ല. നമുക്ക് വോട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇവരൊക്കെ പുരോഗമനവാദികളായിരിക്കും, ഇവരൊക്കെ നവോത്ഥാനവാദികളായിരിക്കും, ഇവരൊക്കെ പ്രബുദ്ധതയുടെ വക്താക്കളായിരിക്കും. നമുക്ക് വോട്ട് ചെയ്യാതാവുമ്പോൾ അവർ പിന്തിരിപ്പന്മാരാകും, അവർ പ്രതിരോധകാരികളാവും, അവർ ബൂർഷ്വാസിയാവും, അവർ മറ്റു പലതുമാവും. അതുകൊണ്ട് പാർട്ടി പറയുന്നതാണ് ശരി, പാർട്ടിക്ക് അപ്പുറത്ത് വേറൊരു ശരിയുമില്ല, പാർട്ടി അല്ലാതെ മറ്റൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ അവസ്ഥ എത്തുന്നത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പാർട്ടി ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകുന്ന ഉത്തമന്മാർക്ക് മാത്രമേ ഞാൻ ഈ അവസാനം പറഞ്ഞ തത്വം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മനസ്സിലായവർക്കും മനസ്സിലാവാത്തവർക്കും ഗണേശോത്സവത്തിൽ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം പാർട്ടിയോടുള്ള പ്രതിബദ്ധത മറക്കാതെ പങ്കെടുക്കാവുന്നതാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.